ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കാഴ്ച ഒരിക്കലും നഷ്ടമാവില്ല. അതുമാത്രമല്ല, ഈ വീഡിയോയുടെ അവസാനം നിങ്ങളോട് എനിക്കൊരു കാര്യവും പറയാനുണ്ട്. അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും തരുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് കാഴ്ചയിലേക്ക് പോവാം. ഈ കാഴ്ച നടക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊറോണ കാലം, ലോക്ക്ഡൗൺ ആയി നമ്മളെല്ലാം വീട്ടിലിരുന്ന സമയം കണ്ടില്ല ഒരു KCBയുടെ മീറ്റർ ബോക്സ്. ഇതിലേക്ക് ഇപ്പോൾ 2 ഗസ്റ്റുകൾ വരും, നോക്കൂ. ഇവനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. ഇവൻ്റെ പേര് മണ്ണാത്തിപ്പുള്ള എന്നാണ്. ഇംഗ്ലീഷിൽ ഓറിയൻ്റൽ മാക്പേ റോബിൻ എന്ന് വിളിക്കും. നമ്മുടെ ചുറ്റിലും എപ്പോഴും കാണുന്ന കിളിയാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ അവർ കൂടുണ്ടാക്കി മുട്ടയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടില്ലേ? ഇവരിട്ട 4 മുട്ടയിൽ 3 മുട്ട വിരിഞ്ഞുള്ളൂ. ഒരു മുട്ട വിരിഞ്ഞിട്ടില്ല. കുഞ്ഞിന് തീറ്റയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്. കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി വലുതായി. സത്യത്തിൽ ഇതുപോലുള്ള കാഴ്ച മനസ്സിന് വലിയൊരു സന്തോഷം തന്നെയാണ് തരുന്നത്. ഈ പക്ഷികൾ ഈ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുന്നത് നമ്മുടെ ജീവിതത്തിലും വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് വീണ്ടും കുഞ്ഞുങ്ങളിലേക്ക് പോവാം. ഇത് കണ്ടോ, മണ്ണിര എങ്ങാണ്ടോ ആണ്. അത് വയറ്റിലേക്ക് പോയില്ല, ആ കോടിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി. തള്ള വീണ്ടും ഒന്ന് നോക്കുക, അത് കിട്ടുമോന്ന്. കണ്ടോ, ഒരു വിട്ടിലാണ് കൊണ്ടു കൊടുത്തത്. നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. ഈ കൂട് ഇത്ര വൃത്തിയായി കിടക്കുന്നത് എന്താണെന്നറിയാവോ? ഇവരുടെ കാഷ്ടം തള്ളക്കിലെടുത്ത് വെളിയിൽ കളയും. നമുക്കൊന്നുകൂടി കണ്ടു നോക്കാവേ. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കൊറോണ കാലത്ത് നടന്ന സംഭവമാണെന്ന്. ഞാനും പാപ്പിയും രാവിലെ ആൻറ്റിയുടെ വീട്ടിൽ പോകും ഇവരുടെ ഓരോ ചിത്രങ്ങളും എടുക്കാൻ. ഇവർ കോട് കൂട്ടി മുട്ടയിട്ട് വിരിയുന്ന രംഗങ്ങൾ ഞങ്ങൾ പകർത്തിയത് ഏകദേശം 60 ദിവസങ്ങളെടുത്താണ്. ഇനി നമുക്ക് മണ്ണാത്തിപ്പുള്ളിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. എന്നിട്ട് മുട്ടയിട്ട കിളികളിലേക്ക് തിരിച്ചു വരാം. മണ്ണാത്തിപ്പുള്ളിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഓറിയൻ്റൽ മാക്പേ റോബിൻ എന്നാണ്. കേരളത്തിലെന്നും സർവ്വസാധാരണമായി കാണുന്ന കിളിയാണിവ. നേരം വെളുക്കുമ്പോഴും സന്ധ്യാസമയങ്ങളിലും മനോഹരമായി ഇവ പാട്ടുപാടാറുണ്ട്. മരത്തിന്റെ പൊത്തുകൾ, മനുഷ്യൻ വെച്ചു കൊടുക്കുന്ന കൂടുകളെല്ലാം ഇവർ മുട്ടയിടാറുണ്ട്. ഇണ ചേരുന്ന കാലഘട്ടത്തിൽ പെൺകിളിയെ ആകർഷിക്കാൻ വേണ്ടി ആൺകിളി നല്ല മനോഹരമായി പാട്ടുപാടാറുണ്ട്. തുമ്പി, വിട്ടില്, പുഴുക്കളൊക്കെയാണ് ഇവർ ആഹാരമായി കഴിക്കുന്നത്. മണ്ണാത്തിപ്പുള്ളിന് ആ പേര് വരാനുള്ള കാരണം മണ്ണാത്തിപ്പുള്ളിന്റെ പുറം ഭാഗം വെയിലത്ത് പണിയെടുക്കുന്ന മണ്ണാത്തിയെ പോലെ കറുത്തിരിക്കുകയും നെഞ്ചിന്റെ ഭാഗം മണ്ണാത്തി അലക്കി വെളുപ്പിക്കുന്ന വസ്ത്രത്തിന്റെ പോലെ വെളുത്തിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. മണ്ണാത്തിപ്പുള്ളിന്റെ ആൺപക്ഷിക്ക് പെൺപക്ഷിയേക്കാൾ കറുപ്പ് കൂടുതലായിരിക്കും. ഈ വിഷ്വൽസ് എല്ലാം ഞാൻ എൻ്റെ വീടിന് ചുറ്റും നിന്ന് പകർത്തിയതാണ്. ഇനി നമുക്ക് കൊറോണ കാലത്ത് വിരിഞ്ഞ മണ്ണാത്തിപ്പുള്ളിന്റെ കുഞ്ഞുങ്ങളിലേക്ക് തിരിച്ചു പോവാം. ഈ വീഡിയോയുടെ അവസാനം ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഈ കിളികളുടെ വീഡിയോ ഞങ്ങൾ എടുക്കുന്ന സമയത്താണ് ഈ കിളികളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഒരു വീഡിയോ ആയിട്ട് മാത്രം പരിചയപ്പെടുത്തേണ്ടതല്ല ഈ കിളികളുടെ ജീവിതമെന്ന്. അങ്ങനെയാണ് എൻ്റെ വാപ്പി ഈ കിളികളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കൊറോണ സമയത്ത് മണ്ണാത്തിപ്പുൾ എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയാമെന്ന്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഷോർട്ട് ഫിലിം എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും കാണണേ. ആ ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല. ഈ കിളികളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഒരുപാട് സ്നേഹത്തോടെ, ബായ്.